നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2 കൊല്ലം പിന്നിടുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ ജനദ്രോഹത്തിന് 2,77,00,000 ആളുകൾ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ മറുപടി കൊടുക്കുന്നു. ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും ഇടത് സർക്കാരിന് തിരിച്ചടി നൽകാനായാണ് ഭൂരിപക്ഷം ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. വിലക്കയറ്റം, നികുതി വർധന, അഴിമതി, വെള്ളക്കരം, വൈദ്യുതി ചാർജ് വർധന സമയത്ത് ക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാർക്കും ശമ്പളം കൊടുക്കാതിരിക്കുക, മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും ശിങ്കിടികൾക്ക് പണവും പദവിയും ആനുകൂല്യങ്ങളും നൽകുക, മുഖ്യമന്ത്രി എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് മകൾ വീണ കമ്പനി പണം കൈപ്പറ്റുകയും ED-യും ആദായ നികുതി വകുപ്പും അതേക്കുറിച്ച് അന്വേഷണം നടത്തുക, ഇതെല്ലാം ഇടത് സർക്കാരിന് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ എത്തുമ്പോഴേക്കും ഇടതുമുന്നണി കൂടുതൽ പ്രതിരോധത്തിലായി. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ പോലീസ് ശ്രമിച്ചപ്പോഴാണത് അതിൽ പ്രധാനം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പോലീസിന്റെ നിയന്ത്രണം സർക്കാരിനില്ലെങ്കിലും സാധാരണ ജനത്തിന് ഇത് മനസ്സിലായിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായി പകൽ വെടിക്കെട്ട് നടത്തേണ്ടി വന്നു. കെടാവിളക്കിൽ എണ്ണയൊഴിക്കാൻ പോയവരെയും ആനയ്ക്ക് പട്ടയുമായി എത്തിയ പാപ്പാന്മാരെയും കമ്മീഷണർ തടഞ്ഞത് വലിയ വിവാദമായിരുന്നു. വടകരയിൽ ഇടത് സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറുടെ പേരിൽ വ്യാജ വീഡിയോ UDF പ്രചരിപ്പിക്കുന്നുവെന്ന് ടീച്ചർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. വീഡിയോ എവിടെയെന്ന് പലരും ചോദിച്ചിട്ടും അങ്ങനെയൊന്നില്ലെന്നായിരുന്നു. അതോടെയാണ് ചിത്രം പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞ് തടി തപ്പി. കോൺഗ്രസ് ആയെന്ന് ദേശാഭിമാനി വാർത്ത എഴുതിയെങ്കിലും എല്ലാം ചീറ്റിപ്പോയി. പ്രചാരണത്തിനിടെ ബോംബ് നിർമ്മിച്ച് രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനും CPM ശ്രമമുണ്ടായതായി ആരോപണം ഉയർന്നു വന്ന പാനൂരിൽ ബോംബ് പൊട്ടി യുവാവ് മരിച്ച സംഭവത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് CPM പറഞ്ഞത്. അറസ്റ്റിലായവരെല്ലാം DYFI-കാരായിരുന്നു. സ്ഫോടനം നടന്നപ്പോൾ രക്ഷാപ്രവർത്തനം നടത്താൻ പോയവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നെന്ന് MV ഗോവിന്ദൻ പ്ലേറ്റ് തിരിച്ചു. നിർമ്മാണത്തിനിടെ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് ഒരാഴ്ച മുൻപ് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട CPM-BJP സംഘർഷമുണ്ടായിരുന്നു. ഇതിന് പക വീട്ടാനാണ് ബോംബ് നിർമ്മിച്ചതെന്നാണ് ആരോപണം. കാസർഗോഡ് പോയി ഇരട്ട കൊലപാതകം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ തിരിച്ചടിയായിരുന്നു. പാനൂരിലെ സ്ഫോടനം പാർട്ടി വോട്ടുകൾ തന്നെ ചോരാനുള്ള സാധ്യതയിലേക്കാണ് പോകുന്നത്. 20 മണ്ഡലങ്ങളിലും പിണറായി വിജയൻ പൊതുസമ്മേളനങ്ങളും വാർത്താ സമ്മേളനങ്ങളും നടത്തിയെങ്കിലും പലപ്പോഴും മാധ്യമങ്ങളും മറ്റുള്ളവരും തെറി പറയുന്ന വേദിയായി മാറിയത്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന നാണം കെട്ട പരാമർശവുമായി PV അൻവർ MLA എത്തുകയും പിണറായി അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തത് ലജ്ജയോടെയാണ് കേരളം കേട്ടത്. ഇവിടെ നിന്ന് വിജയിച്ചാൽ പാർലമെന്റിൽ ഒരുമിച്ചിരിക്കേണ്ടവർ എങ്ങനെ കടിപിടി കൂടുന്നത് ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില മണ്ഡലങ്ങളിൽ BJPക്ക് അത് ഗുണം ചെയ്യും. CPM കേരള കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളിൽ CPM നേതാക്കളുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു. തുടക്കം മുതലേ ഇത് ചർച്ചയായിരുന്നു. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെ ചുമതലയുണ്ടായിരുന്ന നേതാക്കൾ വരെ ആറ്റിങ്ങലിലെ CPM സ്ഥാനാർത്ഥി V ജോയിയുടെ പ്രചാരണത്തിലായിരുന്നു. തൃശൂരിൽ CPM സൃഷ്ടിച്ച കരുവന്നൂർ ബാങ്ക് വായ്പ തട്ടിപ്പും ED അന്വേഷണവും CPM സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിവെച്ചത്. CPM ജില്ലാ സെക്രട്ടറിയെയും PK ബിജുവിനെയും ED പലതവണ ചോദ്യം ചെയ്തു. പ്രചാരണത്തിനിടെയായിരുന്നു ഇതെല്ലാം. രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കം മുതൽ ജനം കടുത്ത അതൃപ്തിയിലാണ്. പാർട്ടിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമോൻ മുഹമ്മദ് റിയാസ് നടത്തുന്ന നീക്കങ്ങളിൽ പ്രവർത്തകർക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല. K സുധാകരൻ, തോമസ് ഐസക്, MA ബേബി അടക്കമുള്ള നേതാക്കളെ വെട്ടിനിരത്തി. ഇവരെല്ലാം കടുത്ത അതൃപ്തിയിലാണ്. ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥികളെ നിർണയിച്ചപ്പോൾ പോലും വെട്ടിനിരത്തൽ നടന്നതായി ആക്ഷേപമുണ്ടായി. MLA ശൈലജ ടീച്ചർ, മന്ത്രി K രാധാകൃഷ്ണൻ എന്നിവരെ മത്സരിപ്പിച്ചത് മുഹമ്മദ് റിയാസിന് വേണ്ടിയാണെന്ന് ആരോപണം. പിണറായി താമസിയാതെ സ്ഥാനം ഒഴിയുമെന്നും മരുമകനെ അവിടേക്ക് ഇരുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നും ആരോപിക്കുന്നു. സാധാരണ പാർട്ടിക്കാരും വലിയ നേതാക്കളിൽ ഭൂരിപക്ഷം ഈ നീക്കത്തെ എതിർക്കുമെന്നാണ് ലഭ്യമായ വിവരം. മതന്യൂനപക്ഷങ്ങളുമായി കൂടുതൽ അടുക്കുന്നതും CPM-ന് ദോഷം ചെയ്യാനാണ് സാധ്യത. ഭൂരിപക്ഷ വോട്ടുകൾ UDF-നും BJPക്ക് ലഭിക്കാനാണ് സാധ്യത. പലസ്തീൻ ഐക്യദാർഢ്യ റാലി, CA അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ തിടുക്കമാണ് CPM കാണിച്ചത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം നടത്തിയവർക്കെതിരെ എടുത്ത കേസ് പോലും പിണറായി സർക്കാർ പിൻവലിക്കാതെയാണ് ഈ നാടകം നടത്തിയത്. അങ്ങനെ എല്ലാം കൊണ്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായ അന്തരീക്ഷമല്ല നിലവിലുള്ളത്. കഴിഞ്ഞ തവണ 1 സീറ്റാണ് ലഭിച്ചത്. കേരള കോൺഗ്രസ് UDF വിട്ടതോടെ അത് 2ആയി. ഇത്തവണ 2-3 സീറ്റ് ലഭിച്ചേക്കാം. അതുകൊണ്ട് സ്ഥിതി മെച്ചപ്പെട്ടെന്ന് ആശ്വസിച്ച് കഴിയാം.